ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടിപ്സ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. എന്തൊക്കെയാണ് ടോണർ കൊണ്ടുള്ള ഉപകാരം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത് ഭയങ്കര വിയർപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നാരങ്ങ വെള്ളമോ ജീരക വെള്ളമോ അല്ലെങ്കിൽ തണുത്ത ജ്യൂസോ ഒക്കെ കുടിച്ച് നമ്മുടെ ശരീരം ഒന്ന് ഫ്രഷ് ആക്കും. നമ്മൾ ഫേസിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യാറില്ല. ഫേസിനും ഒരു ടോണിങ് വളരെ നിർബന്ധമാണ്. നമ്മുടെ ഫേസ് ഫ്രഷ് ആവാനും ഫേസിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനും വേണ്ടി ടോണേഴ്സ് നമ്മുടെ ഫേസിന് വളരെ ഗുണകരമാണ്. ഈ പോർസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒന്നുണ്ടെങ്കിൽ ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഡൈജഷൻ ശരിയില്ലെങ്കിൽ അങ്ങനെയും വരാം, അല്ലെങ്കിൽ മുഖം ശരിക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് നമ്മുടെ മുഖം ഫേസൊന്നും വാഷ് ചെയ്യാതെ ആ പൊടി അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് ചെന്ന് അവിടെ ഒരു കുഴി പോലെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ കുഴികൾക്കാണ് പോർസ് എന്ന് പറയുന്നത്. അതടയ്ക്കാൻ വേണ്ടിയുള്ള 2 DIY ടോണേഴ്സ് ആയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഹോം മെയ്ഡ് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ടോണേഴ്സ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുറത്തേക്ക് ഓടുകയോ നിങ്ങൾക്ക് കിട്ടാത്തതിന് വിഷമിക്കുകയോ, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന 2 സാധനങ്ങളാണ് അത്. അപ്പോൾ എങ്ങനെയാണ് ഈ ടോണർ ഉണ്ടാക്കുക എന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ബൗൾ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ. ഒന്നുണ്ടെങ്കിൽ ഒരു ബൗൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ. എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബോട്ടിൽ വെള്ളമാണ്. സൈഡ് എഫക്ട്സ് ഒന്നും വരാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ഫിൽറ്റേർഡ് വാട്ടർ അല്ലെ ബോയിൽ ചെയ്ത വാട്ടറാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് റോസ് വാട്ടർ. എനിക്ക് ഉറപ്പാണ് ഇതെല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീനറിയുടെ റോസ് വാട്ടറാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഗ്രീനറീൻ്റെ റോസ് വാട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആപ്പിൾ സൈഡർ വിനിഗറാണ്. ഇതും നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അമേരിക്കൻ ഗാർഡൻസിൻ്റെ ആപ്പിൾ സൈഡർ വിനിഗറാണ്. ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് 3/4 ഭാഗം ഫിൽറ്റേർഡ് അല്ലെങ്കിൽ ബോയിൽഡ് വാട്ടർ ഒഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 10 to 12 ഡ്രോപ്സ് ഓഫ് റോസ് വാട്ടർ നിങ്ങൾ അതിലേക്ക് ഇറ്റിച്ച് കൊടുക്കുക. 2, 3, 4. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഫേസിലേക്ക് പുരട്ടാവുന്നതാണ്. നമുക്കിത് ഒന്നിങ്ങനെ നമ്മുടെ കൈകളിൽ ഈ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി. ഒരിക്കലും ഇതിങ്ങനെ റബ്ബ് ചെയ്തിട്ട് നിങ്ങൾ പിടിപ്പിക്കുന്ന ഫലങ്ങൾ മൊത്തം നിങ്ങൾക്ക് ലഭിക്കില്ല. ഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുക്കുക, ഒരിക്കലും റബ്ബ് ചെയ്യാതെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ ബൗളിലാണ് ചെയ്യുന്നതിൻ്റെ. ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ കൈ വെച്ചിട്ടും ചെയ്യാം. ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് 1 മാസം വരെ യൂസ് ചെയ്യാവുന്നതാണ്.
ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്തിടാം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്പ്രെഡൊന്നും ചെയ്യരുത്, തനിയെ ഇത് ഡ്രൈ ആയി പോകണം. ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഡ്രൈ ആയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ടോണർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പ്രേ ബോട്ടിലാണ്. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൗൾ എടുക്കാം. ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ സ്പ്രേ ബോട്ടിലിലേക്ക് 1/4 ഭാഗം വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 6 drops ഓഫ് ആപ്പിൾ സൈഡർ വിനിഗർ. ഇത് ഞാനിവിടെ ഡ്രോപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു 2 സ്പൂണ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി ഈ ബോട്ടിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി. ഇനി ഇത് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം. ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ മാത്രം മതി. ഒരിക്കലും നിങ്ങളിത് കൈകൊണ്ട് റബ്ബ് ചെയ്യരുത്. ഇത് തനിയെ നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവണം, എന്നാലേ ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു ദോഷവും ഉണ്ടാവുന്നതല്ല. നിങ്ങളുടെ ഫേസിൻ്റെ പോർസ് ഇല്ലാണ്ടാക്കാനും സാഗിങ് ഫേസ് ഇല്ലാണ്ടാക്കാനൊക്കെ ഇത് ഉപകാരപ്രദമാണ്. പിന്നെ നിങ്ങളുടെ ഫേസ് ഒന്ന് റിഫ്രഷ് ആക്കും, നിങ്ങളുടെ ഫേസ് വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് കൂടി ആക്കുന്നതാണ്. അപ്പോൾ ഈ 2 ടോണേഴ്സും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് നമ്മളിവിടെ ചെയ്തത് റോസ് വാട്ടറിൻ്റെ ടോണറും, രണ്ടാമത്തത് ഒരു ആപ്പിൾ സൈഡർ വിനിഗർ കൊണ്ടുള്ള ടോണറും. റോസ് വാട്ടർ ടോണർ ആൻഡ് ആപ്പിൾ സൈഡർ വിനിഗർ കൊണ്ടുള്ള ടോണർ. ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോഴേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ great and awesome tips. Okay, bye.